സാർ അടയ്ക്കാൻ ടൈമായി. ആഹ് ഓക്കെ. ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന ബിയർ കുടിച്ചു ബിൽ പേ ചെയ്തു. ഞാൻ ഇറങ്ങി എങ്ങനെയോ ഫ്ലാറ്റ് തുറന്ന് അകത്തു കയറി. ഡ്രസ് ചേഞ്ച് ആക്കാനുള്ള ബോധമില്ലാഞ്ഞതുകൊണ്ട് കേറിക്കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തലവേദന. ബെഡിൽ കിടന്ന ഫോൺ എടുത്തു നോക്കി. 5 മിസ്ഡ് കാൾ. അമ്മ അല്ലാതെ വേറെ ആര് വിളിക്കാൻ? ഞാൻ തിരിച്ചു വിളിച്ചു. അമ്മ, ഹലോ മോനെ, നീ എവിടെയാ? ഞാൻ ഉറങ്ങിപ്പോയി അമ്മേ. എന്തായിരുന്നു? അമ്മ, നീ ഇന്ന് അവിടുന്ന് വരൂലേ? ദേ ഇനി ഒരു ആഴ്ചയേ ഉള്ളൂ നിന്റെ കല്യാണത്തിനു. ഞാൻ, ഇന്ന് ഇവിടുന്ന് പോരും. നാളെ രാവിലെ എത്തും. ശരി. ഞാൻ കാൾ കട്ട് ചെയ്ത് വീണ്ടും കിടന്നു. എന്നിട്ടപ്പോൾ ഉച്ചയായി. ഹാങ് ഓവർ ഓക്കെ മാറി. കുളിച്ചു ബാഗ് ഓക്കെ പാക്ക് ചെയ്തു. അലമാരയിൽ നിന്നും കുപ്പിയെടുത്തു. മിനറൽ വാട്ടർ ബോട്ടിലാക്കി ബാഗിൽ വെച്ചു. ബസ് സ്റ്റാൻഡിലോട്ട് വിട്ടു. നേരത്തെ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നന്നായി. നല്ല തിരക്ക് ഉണ്ട്. വണ്ടി മുൻപോട്ട് ഓയിട്ടി തുടങ്ങി. ബാഗിന്നു കുപ്പി എടുത്ത് കുടിച്ചു. റോഡിലെ കാഴ്ച നോക്കിയിരുന്നു. എന്തിനാ ഞാൻ ഈ പോകുന്നേ? അന്നത്തെ ഒരു ഗതികെട്ട സമയത്ത് അങ്ങനെ സമ്മതിക്കേണ്ട വന്നു. ബസ്സിൽ എല്ലാരും ഉറങ്ങി തുടങ്ങി. ഞാൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആ ദിവസങ്ങൾ മനസ്സിൽ ഓർത്തു. അമ്മ, ഡാ നീ വാടാ. നീ വന്നില്ലേൽ എങ്ങനാ എന്റെ പൊന്നുമോനല്ലേ? ഞാൻ, എന്റെ അമ്മേ ഞാൻ ഒന്നുമില്ല. അവിടെ എനിക്ക് പരിചയമുള്ള ആരുണ്ട്? നിങ്ങൾ രണ്ടും ഓരോരുത്തരുമായി വർത്താനം പറഞ്ഞു ആ വഴി അങ്ങു പോകും. അച്ഛൻ, എന്താടാ നിനക്ക് വന്ന? അവളുടെ കല്യാണത്തിനു നീ വന്നില്ലേ? എങ്ങനാ എല്ലാരും ഞങ്ങളോടാ ചോദിക്കുന്നേ? മര്യാദക്ക് വന്നോ? എന്റെ സ്വഭാവം നിനക്കറിയാലോ. തന്തപ്പടിയോടു എതിർത്ത് പറഞ്ഞാൽ ചവിട്ടി പുറത്താക്കും എന്ന് ഉള്ളതുകൊണ്ട് ഞാൻ പോയി റെഡിയായി വന്നു. അമ്മ, അപ്പൊ പറയേണ്ട ആള് പറഞ്ഞാൽ വരാൻ നിനക്കറിയാമല്ലേ ഞാൻ. എന്റെ അമ്മേ, ഇത് 1-2 ദിവസം വെല്ലോമാണോ? 5 ദിവസം ഞാൻ എങ്ങനെ അവിടെ നിൽക്കും? അച്ഛൻ, മിണ്ടാതെ ഇറങ്ങി വാ ഇങ്ങോട്ട്. അവിടെ ചുമ്മാ ഇരിക്കേണ്ട. ചെയ്യാൻ കുറെ ജോലികൾ ഉണ്ടാവും. അവരെയൊക്കെ സഹായിക്കാനുമാണ് നിന്നെ കൊണ്ടുപോകുന്ന. ഞാൻ പോയി കാറിൽ കേറി. അമ്മ വീട് പൊട്ടി വന്നു കാറിൽ കേറി. അച്ഛൻ വണ്ടി എടുത്തു. അമ്മ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. ദൈവമേ, എന്റെ 5 ദിവസം. ഞാൻ എങ്ങനെ അവിടെ തള്ളി നിൽക്കും? അവിടെ ഫോണിൽ റേഞ്ച് ഉണ്ടാവാണേ. അച്ഛന് ആർമിയിലായിരുന്നു ജോലി. അതുകൊണ്ട് സ്കൂൾ പഠനം എല്ലാം അങ്ങു ഡൽഹിയിലായിരുന്നു. അച്ഛൻ പട്ടാളത്തിന്നു പോന്നപ്പോൾ അച്ഛനും അമ്മയും മാത്രം നാട്ടിലോട്ട് പോന്നു. ഞാൻ പഠിക്കുവായിരുന്നതുകൊണ്ടും എന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ആയിരുന്നതുകൊണ്ടും ഞാൻ അവിടെ നിന്നു. ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് 2 മാസം ആവുന്നു. ഇനിയുള്ള പഠനം നാട്ടിൽ മതിയെന്ന വീട്ടുകാരുടെ നിർബന്ധം. ഒറ്റമോനല്ലേ, അനുഭവിച്ചു അല്ലേ പറ്റൂ. ഞാൻ ആലോചിച്ച് ഇരുന്നപ്പോഴേക്കും വണ്ടി തറവാടിന് മുന്നിലെത്തി. എല്ലാരെയും കണ്ടിട്ട് കുറെയായി. ആരെയും പരിചയം പോലുമില്ല. എങ്ങനെ ഇവരോടൊക്കെ മിണ്ടുമെന്ന് ഓർത്തു ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ചുറ്റുമൊന്ന് നോക്കി. കല്യാണത്തിൻ്റെതായ ഒരുക്കങ്ങൾ എല്ലാം ഉണ്ട്. അകത്തുനിന്ന് വലിയമ്മയും അമ്മായിയും ഓയിട്ടി വന്നു. അമ്മയോട് വർത്താനം